ഓക്കെ ഗൈസ്, എന്നാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് രാവിലെ തന്നെ ഗൈസ് നമ്മുടെ ഷിൻചാൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ടോമും ജെറിയും ഗൈസ് നമ്മളെ എന്തായാലും വിളിച്ചിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, എന്തിനാണ് ടോമും ജെറിയും നമ്മളെ വിളിച്ചതെന്ന് എനിക്ക് എന്തായാലും അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ ടോം ആൻഡ് ജെറിയുടെ വീട്ടിൽ കണക്കെ എന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവർ നമ്മുടെ ഷിൻചാൻ്റെ ഫ്രണ്ട്സ് കണക്കെയാണ്. ഓക്കെ, രാവിലെ തന്നെ നമ്മുടെ ഷിൻചാനെ വിളിച്ചിട്ട് ഫ്രാങ്ക്ലിൻ ചേട്ടനെയും കൊണ്ട് എന്തായാലും വരാനായിട്ട് എന്തായാലും അവരെന്തായാലും പറഞ്ഞിട്ട് എന്തായാലും ഉണ്ടായിരുന്നെന്നാണ് ഗൈസ് നമ്മുടെ ഷിൻചാനെ കണക്ക് പറഞ്ഞത്. അല്ലേടാ ഷിൻചാനെ? ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, അത് തന്നെ രാവിലെ തന്നെ ടോം ആൻഡ് ജെറി നമ്മളെ വിളിച്ചിട്ട് അർജൻറ്റായിട്ട് എന്തോ അവരെ വീട്ടിൽ വരാനായിട്ട് പറഞ്ഞു. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം അവരെ വീട്ടിനടുത്ത് ഏകദേശം എത്താറായിട്ടെന്നാലും ഉണ്ട്. ആ താഴെ കാണാൻ ആ ഒരു വീടാണ് അവരെ വീടെന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം വെച്ചാൽ നമുക്ക് എന്തായാലും അവരെ വീട്ടിലോട്ട് നമ്മുടെ വണ്ടിയും കൊണ്ട് എന്തായാലും നേരെ എന്തായാലും പോവാം. എന്നാലും എന്തിനാണ് എന്തായാലും ഷിൻചാനെ അവർ രാവിലെ തന്നെ നമ്മളെ വിളിച്ചാൽ? എനിക്ക് അറിഞ്ഞൂടെ കേസ്. ഞാൻ രാവിലെ തന്നെ എണീറ്റപ്പോൾ നമ്മുടെ ഷിൻചാനുകളൊക്കെ നമ്മളെ വിളിച്ചറിഞ്ഞ് പെട്ടെന്ന് തന്നെ ടോമിൻ്റെയും ചെറിയുടെ വീട്ടിൽ കണക്കെ പോകാം. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ ഇപ്പോൾ എന്തായാലും ടോം ആൻഡ് ചെറിയുടെ വീട്ടിൽ കണക്കെ നമ്മളെന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, മിക്കവാറും വീടൊക്കെ ആകെ തവിടുപൊടിയും നാശമായിട്ടായിരിക്കും കിടക്കണേ. എപ്പോഴും അവർ രണ്ടുപേരും അടിയും കണക്കെയാണ്. ഓക്കെ, അവരെ താറുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ബാക്കി വണ്ടികളൊക്കെ എവിടെയാണ് താറുകൾ? ഇവർക്ക് ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഓക്കെ, ടോമിനും ചെറിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഓക്കെ, ഇവരൊരിക്കലും അവരവരുടെ സാധനങ്ങൾ വെച്ച് ഒരാളെ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യില്ല. അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ അപ്പം അടി തുടങ്ങും ചെയ്യുന്നതൊക്കെ. അതാണ് കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാവർക്കും ടോം ആൻഡ് ജെറിയെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു. എടാ ഷിൻചാനെ, പെട്ടെന്ന് വാടാ, നമുക്ക് ടോം ആൻഡ് ജെറിയോടൊന്ന് ചോദിച്ചു നോക്കാം. ഏയ് ടോമേ ജെറി, ഒന്ന് പെട്ടെന്ന് വാടാ. ഫ്രാങ്ക്ലിൻ അണ്ണ വന്ന ഫ്രാങ്ക്ലിൻ അണ്ണ, ഒരു മിനിറ്റ് അണ്ണ, ഒരു മിനിറ്റ്, ഞാനിവിടെ വരണേ. എടാ ടോം ആൻഡ് ജെറി, എന്തിനാ നിങ്ങൾ വിളിച്ചത്? അത് പിന്നെ അണ്ണ, ഞങ്ങളാണെങ്കിലല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടാസ്ക് തരാനായിട്ടാണ് ഞാൻ രാവിലെ തന്നെ വിളിച്ചത്. ഒരു ടാസ്കിന് വേണ്ടിയിട്ടാണ് രാവിലെ വിളിച്ചത്. ഞാൻ സമാധാനമായിട്ടൊന്ന് രാവിലെ ഒന്ന് കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോഴത്തേക്ക് നിങ്ങൾ എന്നെ വിളിച്ച് ശല്യം ചെയ്തല്ലോ. അതൊന്നും കുഴപ്പമില്ല ഫ്രാങ്ക്ലിൻ അണ്ണാ, ഒരു പ്രശ്നമല്ല, കുറച്ച് ഉറക്കം പോയെന്നല്ലോ. പക്ഷേ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ണന് ഇഷ്ടം പോലെയായിട്ടുള്ള കിടുക്കാച്ചായിട്ടുള്ളൊരു ലക്കാണ് അടിക്കാനായിട്ടാണ്. ലക്ക് എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടാസ്ക് പറ. അത് പിന്നെ ഇച്ചിരി റിസ്ക് പിടിച്ചിട്ടുള്ളൊരു ടാസ്ക്കാണ് ഇത്. ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഫ്രാങ്ക്ലിനും ചേട്ടനും അതേപോലെ തന്നെ ഷിൻചാനും കൂടെ വേണം ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. നിങ്ങൾ എന്താണെങ്കിലും പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടനും കൂടെ സുഖമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞുതരാം. എടാ ടോമേ, അതെന്തായിരുന്നു? അത് ഞാൻ പറഞ്ഞു കൊടുക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനും അതേപോലെ തന്നെ ടോമും കൂടെ എന്തായാലും നമ്മുടെ ഈ ഒരു സിറ്റിയിൽ കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളായിട്ട് 3 ഗോൾഡൻ കാറുകളൊക്കെ എന്തായാലും ഒളിപ്പിച്ച് എന്തായാലും വെച്ചിട്ട് എന്താ ഒരു വണ്ടി ഫുള്ളായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് മൊത്തത്തിൽ ആ വണ്ടി ലോക്ക് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. അപ്പം നിങ്ങൾ പോയിട്ട് ആ 3 വണ്ടിയും 10 മിനിറ്റിനുള്ളിൽ തന്നെ എന്തായാലും കണ്ടുപിടിക്കണം. 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആരാണ് ഏറ്റവും ആദ്യം വണ്ടികളെല്ലാം കൊണ്ടുവരണം അവർ ജയിക്കുന്നതാണ്. സംഭവം എന്ന് വെച്ചാൽ ഇത് ഫ്രാങ്ക്ലിൻ അണ്ണനും അതേപോലെ തന്നെ ഷിൻചാനും സെപ്പറേറ്റ് ആയിട്ടാണ് പോയി ഈ ഒരു ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. രണ്ടുപേരും ഒരുമിച്ച് പോയി ചെയ്യല്. രണ്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തായാലും 10 മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു 3 വണ്ടി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കണം. ആടാ ടോം ആൻഡ് ജെറി, അതിപ്പോൾ നന്നായി. അല്ല, ഞങ്ങൾ ആ 3 വണ്ടി കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് എന്തൊരു കിട്ടും? നിങ്ങൾക്ക് ആ 3 വണ്ടി സ്വന്തമാക്കാൻ എടുക്കാം. ഇപ്പോൾ ഫ്രാങ്ക്ലിൻ അണ്ണൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫ്രാങ്ക്ലിൻ അണ്ണൻ ആ 3 വണ്ടി കിട്ടും. ഷിൻചാനാണെങ്കിൽ കിട്ടണമെങ്കിൽ ഷിൻചാൻ ആ 3 വണ്ടി കിട്ടും. അത് കൊള്ളാം. എന്നൊരു കാര്യം വാ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് പോയി ആ സംഭവം അങ്ങനെ നൈസായിട്ട് സ്റ്റാർട്ടാക്കാം. ആടാ ഷിൻചാനെ, നമുക്കങ്ങനെ നൈസായിട്ട് അങ്ങ് സ്റ്റാർട്ടാക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ചാനലിലോട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസ് നമുക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കി നോക്കാം ഷിൻചാനും ഫ്രാങ്ക്ലിൻ അണ്ണനും കൂടെ ഈ ഒരു ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഫ്രാങ്ക്ലിൻ അണ്ണ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് വശം തൊട്ടാണ് സ്റ്റാർട്ടിങ്ങുകളൊക്കെ പറഞ്ഞാൽ. നിങ്ങൾ 3 വണ്ടിയും കറക്റ്റായിട്ട് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ 3 വണ്ടി അപ്പം തന്നെ കിട്ടും. ആടാ ടോം ആൻഡ് ജെറി, ശരി എന്നാൽ. പിന്നെ ഷിൻചാനെ, നിനക്ക് വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് നീ എൻ്റെ മഹീന്ദ്ര താർ എടുത്തോ. ഫ്രാങ്ക്ലിൻ അണ്ണൻ്റെ ആ ഒരു ഡിഫൻഡർ റിപ്പോർട്ട് നീ എൻ്റെ വണ്ടി എടുത്തോ. ആടാ ടോമേ, ശരി. ഓക്കെ, ഇവിടെ ഇപ്പോൾ കേസ് നമ്മുടെ ടാസ്കുകളൊക്കെ ഫൈനലി അങ്ങനെ സ്റ്റാർട്ടായിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ നമ്മളെന്തായാലും കേസ് നമ്മുടെ ഡിഫൻഡർ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഷിൻചാനും കേസ് നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട് കേസ്. ഓക്കെ, അവ എല്ലാ വണ്ടിയും കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ കേസ് ഇപ്പോൾ സിറ്റിയിൽ പല സ്ഥലങ്ങളായിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ,
എൻ്റെ ദൈവം എവിടെയൊക്കെ ആയിട്ടാണ് ഇരിക്കണേന്ന് എനിക്കൊരു ഐഡിയ തന്നില്ല. നമ്മളെന്തായാലും ഫുള്ളായിട്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ നോക്കുകയാണ്. ഓക്കെ, എന്തായാലും ഇവരെ വീട്ടിൽ എന്തായാലും ഇവരെന്തായാലും ഒളിപ്പിച്ച് വെക്കത്തില്ലേ, അതെന്തായാലും ഉറപ്പാണ്. ഓക്കെ, ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരെ വീടും അതേപോലെ തന്നെ നമ്മുടെ വീട് പോയിട്ട് ബാക്കിയുള്ള എല്ലാ വീട് സെർച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ. ഓക്കെ, ഇവരെ വീട്ടിലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇവർ വണ്ടിയൊന്നും തന്നെ വെച്ചിട്ടില്ല എന്നാണ് എന്തായാലും പറഞ്ഞത്. ഓക്കെ, ഇവിടെ പക്ഷേ പ്രത്യേകിച്ച് എനിക്കിവിടെ വേറെ വണ്ടികളൊന്നും തന്നെ കാണാനായിട്ടില്ല. ഓക്കെ, നമുക്ക് ഈ സൺറൈസിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഇടയിലൊക്കെ വെക്കാൻ നമ്മുടെ ടൈമറാണെങ്കിൽ ചറ പറയാന്നാണ് വെക്കേണ്ടിരിക്കണം. 10 മിനിറ്റ് ആകുമ്പോൾ സാധനം ക്ലോസ് ആവുന്നതാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ മൊത്തത്തിൽ എന്തായാലും സെർച്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഓക്കെ, എൻ്റെ മോൻ നമ്മളിവിടെ മൊത്തത്തിൽ സൺറൈസിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും കയറി എന്തായാലും പോവുകയാണ്. ഇവിടെ എന്തൊക്കെയോ മൊത്തത്തിൽ കണ്ടെയ്നറെ കൊണ്ട് വെച്ചേക്കാണ്. എൻ്റെ മോനെ ഗൈസ്, നമ്മളങ്ങനെ ഫസ്റ്റ് വണ്ടികളൊക്കെ നൈസായിട്ട് കണ്ടുപിടിച്ചേക്കാണ് കേട്ടാ. എൻ്റെ മോനെ ഗൈസ്, ഇതാണ് ഗൈസ് ഫസ്റ്റ് വണ്ടി എന്ന് പറയണത്. ഓക്കെ, ഫസ്റ്റ് വണ്ടി ആരാണ് കണ്ടുപിടിച്ചാൽ അയാൾ എന്തായാലും ഈ വണ്ടി കിടക്കണ എടുത്തെന്തായാലും മാറ്റണം എന്തായാലും. ഓക്കെ, അങ്ങനെയും കൂടെ എന്തായാലും അവരെന്തായാലും പറഞ്ഞിട്ട് എന്തായാലും ഉണ്ട്. ഇപ്പം ഞാൻ വണ്ടി കിടക്കണ എടുത്തെന്ന് നേരെ എന്തായാലും ഞാൻ ഇവിടെ എങ്ങാനും കൊണ്ടുവന്നാൽ ഇടാനായിട്ട് എന്തായാലും പോകണം. ചില കറക്റ്റായിട്ട് കിടക്കണ എടുത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കുന്നതായിട്ട് ആരും കണ്ടുപിടിച്ചിട്ടില്ലെന്ന്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം കൂടെ എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, ടോമും ജെറി അങ്ങനെയും കൂടെ എന്നാലും പറഞ്ഞിട്ട് എന്തായാലും ഉണ്ട്. കിടക്കണടുത്തുനിന്ന് വണ്ടി വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിയിടണം, എന്നാലും അവർക്ക് മനസ്സിലാവത്തുള്ളൂ ഈ സാധനം ആരാണ് എടുത്തതെന്ന്. ഓക്കെ, അതേപോലെ തന്നെ ഏതാണ് നമ്മളാണ് ഇപ്പോൾ റെക്കോർഡും കൂടെ എന്നാലും ചെയ്യുന്ന എന്തായാലും ഉണ്ട് കറക്റ്റായിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷ്വലും കറക്റ്റായിട്ട് ടോം ആൻഡ് ജെറിക്ക് എന്നാലും അറിയാനായിട്ട് എന്നാലും പറ്റുന്നതാണ്. ആരാണ് ഫസ്റ്റത്തെ വണ്ടികളെ കണ്ടുപിടിച്ചതെന്ന് അറിയാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഷിൻജാനൊക്കെ ഈ ഒരു ഫസ്റ്റത്തെ വണ്ടികളെ കണ്ടുപിടിച്ചാലും കാര്യമില്ല. കാരണം വെച്ചാൽ ഈ വണ്ടി നമ്മളാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കെന്തായാലും അടുത്ത വണ്ടി എന്തായാലും പോയി എന്തായാലും കണ്ടെന്നാലും പിടിക്കാൻ കഴിയും. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഈ ഒരു വണ്ടികളൊക്കെ ഫസ്റ്റ് എന്തായാലും നമ്മളെന്തായാലും കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു വിവരം എന്തായാലും അവരെന്തായാലും ഷിൻജാനോട് എന്തായാലും പറയും കേസ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും ഇവിടെ എന്തായാലും നോക്കാം കേസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു GTR കണ്ടുപിടിച്ചില്ല. ഇപ്പോൾ ആ ഒരു GTR കണ്ടുപിടിച്ച കാര്യം അത് നമ്മുടെ ഷിൻജാനെ എന്തായാലും അവരെന്തായാലും വിളിച്ചെന്തായാലും പറയാം കേസ്. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഷിൻജാൻ എന്തായാലും ആ ഒരു വണ്ടിയുടെ അടുത്ത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, എന്തായാലും നമ്മളെല്ലാം ആദ്യം ആ വണ്ടി കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്കെന്തായാലും മൊത്തത്തിൽ എന്തായാലും ഇവിടെ സെർച്ച് ചെയ്യാം കേസ്. ഓക്കെ, അവ എല്ലാ വണ്ടിയും കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എല്ലാ വണ്ടിയും കണ്ടുപിടിക്കണം കേസ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും ഇവിടെയൊക്കെ ഫുള്ളായിട്ട് നോക്കാം കേസ്. ഓക്കെ, ഇത് വേറൊരാളുടെ വീടാണ്. എൻ്റെ മോനെ സെക്കൻഡ് വണ്ടി നമുക്ക് കിട്ടിയേക്കാണ്. എൻ്റെ ആളിയ കേസ് നമുക്ക് സെക്കൻഡ് വണ്ടി കിട്ടിയേക്കാണ്. ഇതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ ലംബോർഗിനിയുടെ സിയാനുകളൊക്കെയാണ്. നമുക്കങ്ങനെ ആ വണ്ടിയുടെ എന്തായാലും നൈസായിട്ട് കിട്ടിയുടെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും കേസ് ഇവിടെ നിന്ന് എടുത്ത് നൈസായിട്ട് അങ്ങനെ ചാടാം കേസ്. അയ്യോ, ഞാൻ ഒരു കാര്യം മറന്നേ ഗൈസ്, ആ ഒരു വണ്ടികളൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ അതെങ്ങനെ ഷിൻജാനെങ്ങനെ കാണണമെങ്കിൽ അവ എടുത്ത് മാറ്റുമ്പോൾ അത് ചുമ്മാ അവന് കിട്ടും കേസ്. ഓക്കെ, എനിക്കിപ്പോൾ ഓൾറെഡി 2 പോയിന്റ് കണക്ക് ആയിട്ട് എന്നാലും ഉണ്ട്. ഓക്കെ, ആ വണ്ടി അവിടെ നിന്ന് എടുത്ത് നൈസായിട്ട് മാറ്റാം കേസ്. ടൈമാണെങ്കിൽ ശരപറാന്ന് വെക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അതേപോലെ ടോം ആൻഡ് ജെറി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് എന്നാലും ഉണ്ടായിരുന്നു. അല്ലാതെ നമുക്കെന്തായാലും ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്കെന്തായാലും ആദ്യത്തെ 2 വണ്ടി നല്ല ഈസി ആയിട്ട് കണ്ടുപിടിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും അവസാനത്തെ വണ്ടി ലാസ്റ്റ് കാറ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇച്ചിരി പാടുപെടുന്നതാണ് അവരെന്തായാലും പറയണമെന്ന് വെച്ചാൽ. ഓക്കെ ഗൈസ്, അങ്ങനെ എന്തായാലും ഷിൻജാനെ എന്തായാലും അവരെന്തായാലും ഈ ഒരു വണ്ടിയും കൂടെ എന്തായാലും കണ്ടുപിടിച്ച കാര്യം എന്തായാലും വിളിച്ചെന്നാലും പറയുന്നതാണ് കേട്ടോ. ഞാൻ ഈ വണ്ടി നൈസർ ഇവിടെ എന്തായാലും നൈസർ പാർക്ക് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഷിൻജാനിന് ഈ 2 വണ്ടിയും കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ല. അവസാനത്തെ വണ്ടികളൊക്കെ കണ്ടുപിടിച്ചാൽ അവനെന്തായാലും ആ ഒരു വണ്ടികളൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, ആ ഒരു വണ്ടിയല്ല മൊത്തം വണ്ടിയും കിട്ടും കേസ്. ഓക്കെ, അപ്പോൾ ഇനി ഷിൻജാൻ ഒരു ചാൻസ് കൂടെ ഏതായാലും ഉള്ളു കേസ്. ഓക്കെ, ആ ഒരു അവസാനത്തെ ആ ഒരു വണ്ടിയും കൂടെ അവൻ കണ്ടുപിടിക്കുകയാണെങ്കിലേ കേസ് അവൻ എന്തായാലും കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മളാണ് ഇവിടെ കിടന്ന് തെക്കോടൊക്കെ നടക്കുകയാണ് കേസ്. ഓക്കെ, നമുക്കിപ്പോൾ 2 വണ്ടി കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ടോം ആൻഡ് ജെറി ഇപ്പോൾ അവരെ എന്തായാലും വിളിച്ചിറങ്ങി കാണുമായിരിക്കും. ഓക്കെ, 2 വണ്ടികളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാണ്ട് നമുക്ക് ഷിൻജാനായിട്ട് പിന്നെ അവസാനത്തെ വണ്ടി കൂടെ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, നമുക്കെന്തായാലും കത്തിച്ചെന്തായാലും വിടാൻ കേസ്. ഓക്കെ, അവസാനത്തെ വണ്ടി അവൻ കണ്ടുപിടിച്ചാൽ പിന്നെ പണി പാളി കേസ്. ഓക്കെ, ഈ 3 വണ്ടി അവന് കിട്ടും കേസ്. ഓക്കെ, ആദ്യത്തെ 2 വണ്ടി കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല കേസ്. ഓക്കെ, ഏറ്റവും അവസാനത്തെ വണ്ടിയാണ് കണ്ടുപിടിക്കാൻ. ഓക്കെ, നമ്മൾ പിന്നെ എല്ലാം അങ്ങ് കണ്ടുപിടിച്ച കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യുക കേസ്. ഓക്കെ, ഈ സിറ്റിയിൽ എവിടെയായിട്ടാണ് കൊണ്ടുവച്ചേക്കണേന്ന് ആർക്കറിയാം കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഫസ്റ്റ് നമുക്കെന്തായാലും എയർപോർട്ടിൽ എന്തായാലും ഒന്ന് കയറി ഇറങ്ങി നോക്കാം. ഈ ടോം ആൻഡ് ജെറി എവിടെയൊക്കെയാണെന്നോ കേസ് കൊണ്ട് ഒളിപ്പിച്ചേക്കണേന്ന് വെച്ചാൽ. ഓക്കെ, എനിക്കറിയാൻ പാടില്ല കേസ്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ എയർപോർട്ടിലോട്ട് കയറാം. എൻ്റെ മോന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന വണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. നമ്മൾ ഭയങ്കര വെപ്രാളത്തിൽ ഇതിൻ്റെ അകത്തോട്ട് ഇടിച്ച് കയറിയതാണ് കേസ്. വണ്ടിയുടെ ഡോർ നൈസർ ഇളകിപ്പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ 3 ഗോൾഡ് കാറാണ് കിട്ടാൻ പോണത്. ഓക്കെ, ഇവിടെ മൊത്തത്തിൽ കണ്ടാൽ എന്തായാലും
നോക്കുകയാണ്. ഇവിടെ ഒന്നും തന്നെ എന്തായാലും ഇല്ല കേസ്. സമയമൊക്കെ ആണെങ്കിൽ ചറവറ പോവാണ്. ഇനി വെറും 5 മിനിറ്റും കൂടെ ഏതായാലും ഉള്ളൂ കേസ്. ഓക്കെ, ഇപ്പം തന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ എന്തായാലും മൊത്തത്തിൽ എന്തായാലും സെർച്ച് ചെയ്യാം കേസ്. ഓക്കെ, എൻ്റെ പൊന്നി ഇവിടെ ഒന്നുമില്ല കേസ് ആ വണ്ടി. അപ്പോൾ എവിടെയായിരിക്കും ആ വണ്ടി എന്ന് എനിക്കൊരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല. നമുക്ക് പോലീസ് സ്റ്റേഷനൊക്കെ പറഞ്ഞാൽ ആ ഏരിയയിൽ വല്ലതും ആവുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. ഓക്കെ, മെയിനായിട്ടുള്ള ഏരിയയിൽ നിങ്ങളൊക്കെ നോക്കാം കേസ്. ഓക്കെ, വീട്ടിൽ വരുന്നല്ല ചിലപ്പോൾ ഒരെണ്ണയൊക്കെ ഒളിപ്പിക്കാനായിട്ട് ചാൻസ് ഉള്ളൂ. ഓക്കെ, എല്ലാ എണ്ണം വീട്ടിലങ്ങനെ ഒളിപ്പിക്കാനൊന്നും എൻ്റെ ഓണേഴ്സ് സമ്മതിക്കത്തില്ല. ഓക്കെ, അഥവാ ഒളിപ്പിച്ചാലും ചിലപ്പോൾ വീടിൻ്റെ ഓണേഴ്സ് ആ വണ്ടി അടിച്ചു വരാൻ ചാൻസ് ഉണ്ട് കേസ്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയൊന്നും ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് എന്നാലും പോലീസ് സ്റ്റേഷൻ അങ്ങനത്തെ ഏരിയയൊക്കെ ഫുള്ളായിട്ട് നോക്കും. ഇതാണ് നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മുടെ വീട്ടിലൊന്നും ഇവർ കൊണ്ടുവന്നാലും വെക്കത്തില്ല കേട്ടാ. നമ്മുടെ അതേപോലെ തന്നെ ടോം ആൻഡ് ജെറിയും താമസിക്കുന്ന വീട്ടിലെന്തായാലും ആ ഒരു വണ്ടി ഇല്ലെന്നാണ് അവരെന്തായാലും പറയുന്നത്. നമ്മളെന്തായാലും ഇപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മോൻ നമ്മുടെ ഡിഫൻഡറിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടാണ്. നമ്മളങ്ങനെ ഇടിച്ചിടിച്ച് ഈ ഒരു ഡിഫൻഡറുകളൊക്കെ പപ്പടം പോലെ പൊളിങ്ങിയിട്ടുണ്ട് കേസൊക്കെ. ഇവിടെയൊന്നും വണ്ടിയൊന്നും തന്നെ ഇല്ല. ബിൽഡിങ്സിൻ്റെ അകത്തോ കാര്യങ്ങളൊന്നും തന്നെ അവർ വണ്ടി വയ്ക്കുന്നില്ല. ഉള്ളി വെളിയിൽ മാത്രമെന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും നോക്കാം കേസ്. എന്ത് കഷ്ടമാണല്ലോ കേസ്. ഇവരെവിടെയൊക്കെയാണ് കൊണ്ട് വണ്ടി ഒളിപ്പിച്ച് വെച്ചേക്കണമെന്ന് അറിഞ്ഞൂടാ കേസ്. ഇപ്പം തന്നെ ഏകദേശം 6 മിനിറ്റ് കഴിയാറ്. ആദ്യത്തെ വണ്ടിയെല്ലാം സുഖമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് കേസ്. ഓക്കെ, പിന്നെയുള്ള വണ്ടിയാണ് കേസ് കണ്ടുപിടിക്കാനായിട്ട് പാടെന്ന് പറയണത്. ഓക്കെ, നമുക്കെന്തായാലും മാക്സിമം ഒരു വണ്ടികളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്കെന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും പിടച്ചെന്തായാലും വിടാണ്. എൻ്റെ മോനെ ഡിഫൻഡറിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടാ. ഷെഞ്ചാളി ഷിഞ്ചാരെങ്ങാനും ആ വണ്ടി കണ്ടുപിടിച്ച പണിപ്പാളി കേസ്. ഓക്കെ, നമുക്കെന്തായാലും കേസ് നേരെ നമ്മുടെ ആ ഒരു ടൗൺ പറഞ്ഞ ഒരു പോർഷനിലോട്ട് പോകാം കേസ്. ഓക്കെ, നമ്മൾ മെയിനായിട്ടുള്ള ടൗൺ ഏരിയയിലോട്ട് നമുക്ക് എന്തായാലും പോകാം കേസ്. ഓക്കെ, നമ്മളെന്തായാലും കത്തിച്ചെന്തായാലും നമ്മളെന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ഇതാണ് കേസ് നമ്മുടെ മെയിനായിട്ടുള്ള ടൗൺ ഏരിയ. ഓക്കെ, ഇവിടെ പിന്നെ കുറേ മാൻഷനും പിന്നെ കുറേ ബിൽഡിങ്സൊക്കെ എന്തായാലും ഉണ്ട്. ഇവിടെ കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ നല്ല രീതിക്ക് എന്തായാലും ടൈം കണക്ക് എന്തായാലും പെക്കോണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കേസ്. അതാണ് കുഴപ്പമെന്ന് വെച്ചാൽ എൻ്റെ ആൾ ഇത് എവിടെയാണ് ഇരിക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇതിലേ കൂടെ നൈസായിട്ട് എന്തായാലും പോയി എന്തായാലും നോക്കാം കേസ്. ഓക്കെ കേസ്, എല്ലാ സ്ഥലവും ഏകദേശം നമ്മൾ നോക്കിയെന്ന് വേണം. ഓക്കെ ഓക്കെ കേസ്, ഇനി നമ്മുടെ കാർ ഷോറൂം നമ്മൾ നോക്കിയില്ല. എന്ത് മണ്ടത്തരമാണ് കേസ് കാണിച്ചതെന്ന് വെച്ചാൽ കാർ ഷോറൂം അതൊക്കെ നമ്മൾ നോക്കിയില്ല കേസ്. ഓക്കെ, ശരി, നമുക്ക് കാർ ഷോറൂമിലല്ലോ ആ സാധനം ഉണ്ടായിരിക്കും. എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും കാർ ഷോറൂമിലോട്ട് പോകാം. നമ്മുടെ ടൈമാണെങ്കിൽ പിടച്ചെന്തായാലും പോവുകയാണ് കേസ്. ഓക്കെ, എൻ്റെ ആളെ ഇനി വെറും ഏതാണ് 3 മിനിറ്റും കൂടെ എന്തായാലും ഉള്ളൂ. 3 കേസ്, 3 മിനിറ്റ് കഴിയാറായി. ഇനി വെറും ഏതാണ് 2 മിനിറ്റും കൂടെ എന്തായാലും ഉള്ളൂ കേസ്. ഓക്കെ, എൻ്റെ ആളിയാ കേസ് നൈസായിട്ട് പണിപ്പാളിയിട്ടുണ്ട് കേസ്. ഓക്കെ, എൻ്റെ മോനെ പണിപ്പാളിയേക്കാണ് കേസ്. ഓക്കെ, ഇവിടെ ടൈമൊക്കെ പോയേക്കാണ്. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ അകത്ത് കാണത്തില്ല, വെളിയിലൊക്കെ ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അകത്തൊന്നും അവർ വെക്കാൻ ചാൻസില്ല. ഓക്കെ ഓക്കെ കേസ്, നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ ബിൽഡിങ്സും നമ്മൾ നോക്കി, എല്ലാ വീടുകളും എല്ലാം നമ്മളെന്തായാലും സെർച്ച് ചെയ്ത് നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയ ഇതിൻ്റെ അകത്ത് വെക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ജസ്റ്റ് എന്തായാലും ഒന്ന് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ അവസാനത്തെ വണ്ടി കണ്ടുപിടിക്കുക ഇച്ചിരി ടഫാണ്. ഓ ഗൈസ്, നമ്മൾ എല്ലാ സ്ഥലവും നോക്കി. നമ്മൾ ഒരേ സ്ഥലം മാത്രമാണ് ഇതിന് നോക്കാനായിട്ടുള്ള നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അവിടെയെങ്കിലും ആ വണ്ടി കാണുമായിരിക്കും. ഓക്കെ, റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ജുറാസിക് പാർക്ക്. ഓക്കെ, ഈ രണ്ടിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ ആ വണ്ടി കാണുമായിരിക്കും കേസ്. ഓക്കെ, ഇനി അതും കൂടെ ഉള്ളൂ. ബാക്കി നമ്മൾ മൊത്തത്തിൽ സെർച്ച് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഇനി നോക്കാനായിട്ടൊന്നും തന്നെ ഇല്ല. നമ്മളെന്തായാലും പേടച്ചൂടാണ്. പിന്നെ വില്ലേജും കൂടെ എന്തായാലും ഉണ്ട്. വില്ലേജിലേക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും വില്ലേജൊക്കെ നോക്കി നോക്കി. ഇവിടെ എന്തായാലും ഒന്നും തന്നെ കാണാനായിട്ടില്ല. ഓക്കെ, നമ്മൾ ഏകദേശം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താറായിട്ടുണ്ട്. ഓ ഗായ്സ്, ഇവിടെ ഇപ്പോൾ എന്തായാലും 9 മിനിറ്റുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ 10 മിനിറ്റാണ് ടൈം തന്നേക്കണേ നമുക്ക്. പക്ഷേ ഇനിയും കുറേ സെക്കൻഡുകളൊക്കെ ഉണ്ട് കേസ്. ഓക്കെ ഓക്കെ കേസ്, നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ മൊത്തത്തിൽ എന്തായാലും നോക്കാം കേസ്. ഓക്കെ, ഇവിടെയൊക്കെ വെക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഗൈസ്. ഏറ്റവും അവസാനത്തെ വണ്ടികൾ കിട്ടിയേക്കാണ്. ഞാൻ പറഞ്ഞില്ല മിക്കവാറും റെയിൽവേ സ്റ്റേഷനോ അതേപോലെ തന്നെ ജുറാസിക് പാർക്കിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ബാക്കി തന്ന ടൈം എന്ന് വെച്ചാൽ ഗൈസ്, നമുക്കിപ്പോൾ ഈ ഒരു വണ്ടികളെ കിട്ടിയില്ലേ ടോം ആൻഡ് ജെറി. പിന്നെ വേറൊരു സംഭവം കൂടെ എന്തായാലും തന്നിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് 10 മിനിറ്റ് ആവണേക്ക് മുമ്പേ തന്നെ ഗൈസ് എന്തായാലും ഇവരുടെ വീട്ടിൽ നിങ്ങളൊക്കെ എന്തായാലും എത്തണമെന്നാണ് എന്തായാലും ടോം ആൻഡ് ജെറി എന്തായാലും പറഞ്ഞേക്കണേന്ന് വെച്ചാൽ. എൻ്റെ ദൈവമേ ഗൈസ്, ഇവിടെ ഇപ്പോൾ ടൈം എന്തായാലും ചറ പറയാന്ന് എന്തായാലും പെക്കോണ്ട് എന്നാലും ഇരിക്കുകയാണ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ കേസ് ടോം ആൻഡ് ജെറിയുടെ വീട്ടിലോട്ട് എന്നാലും കേസ് ഈ ഒരു വണ്ടി കൊണ്ട് എന്തായാലും പോകണം. നമുക്കങ്ങനെ ഫൈനലി അവസാനത്തെ വണ്ടി കിട്ടി ഗൈസ്. നൈസായിട്ട് പണിപ്പാളി കേസ്. ഇനി വെറും കുറച്ച് സെക്കൻഡ്സ് കൂടെ ഉള്ളു. അതിന് മുമ്പേ ടോം ആൻഡ് ജെറിയുടെ വീട്ടിലെത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നൈസായിട്ട് പണിപ്പാളി 10 മിനിറ്റ് ആയി ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും വണ്ടി കൊണ്ട് കത്തിച്ചിടാൻ വേണ്ട. നമ്മുടെ ടൈമുകളൊക്കെ ഓവറായിട്ട് എന്തായാലും ഉണ്ട് കേസ്. നമ്മൾ പക്ഷേ ഇതുവരെയായിട്ട് വീട്ടിലെത്തിയില്ല കേസ്. ഓക്കെ, നൈസായിട്ട് പണി പാളിയൊന്നും തോന്നണം കേസ്. ഓക്കെ,
നമുക്കിനി BMW കിട്ടുമെന്ന് എനിക്കറിയണ്ട. അവർ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞേ, ടൈം ഓവറായാലും അവസാനം കണ്ടുപിടിച്ചതിന് മുമ്പേ ഉള്ള കാറുകളെല്ലാം തന്നെ കിട്ടുമെന്നാണ് എന്തായാലും അവരെന്തായാലും പറയണമെന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ BMWൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇതിൻ്റെ 3 ഡോർ ഇളവി പോയിട്ടുണ്ട്. ഡോർ ഇളവിയാലും കുഴപ്പമില്ല, നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ എന്തായാലും അവരെ വീട്ടിലെന്തായാലും പോകണം കേസ്. ഓക്കെ, അല്ലെങ്കിൽ ശരിയാവത്തില്ല കേസ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും അവരെ വീട്ടിലോട്ട് എന്തായാലും പോവാം കേസ്. ഓക്കെ, എൻ്റെ മോനെ നമ്മളങ്ങനെ എത്തിയേക്കണം. ഇതെന്താണ് ഗൈസ്, ഷിൻചാൻ എത്തിയാ? ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ഈ ഒരു വലിയൊരു ടാസ്കിൽ കണക്കാൻ നമ്മളങ്ങനെ ഫൈനലി ജയിച്ചേക്കാണ് ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും ഈ ഒരു ടാസ്കിൽ കണക്കാൻ നൈസായിട്ട് എന്തായാലും ജയിച്ചേക്കാണ് ഗൈസ്. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ് എന്തായാലും നമ്മളെന്തായാലും ഈ ഒരു സംഭവത്തിലാണെങ്കിൽ ജയിച്ചേട്ടോ. നമുക്കെന്തായാലും ഈ ഒരു 3 കാർ എന്തായാലും ഗിഫ്റ്റായിട്ട് എന്തായാലും ടോം ആൻഡ് ജെറി കണക്ക് തന്നിട്ടുണ്ട്. അവസാനത്തെ BMW ഇടിച്ചൊരു പക്ഷേ അത് കുഴപ്പമില്ല, അത് അവർ തന്നെ റിപ്പയർ ചെയ്ത് തരാമെന്ന് പറയുന്നത്. ചില കറക്റ്റായിട്ട് നമ്മൾ ടൈം ഓവർ ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വണ്ടികളെല്ലാം നമ്മളെന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ട്. വീട്ടിൽ നമ്മളെന്തായാലും കൊണ്ടുവരുന്ന സമയത്താണ് നമ്മുടെ ടൈമും കണക്ക് ഓവറായിട്ടുള്ളത്. അതുകൊണ്ട് സീനില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 3 കാർ നമുക്ക് സ്വന്തമാണെന്നാണ് പറയണമെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ അതേപോലെ തന്നെ ഡിഫൻഡറൊക്കെ അവിടെ എന്തായാലും കിടക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ അവിടെ ഷിൻചാൻ പോയ അവർ ഏതാണ് താരങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഷിൻചാനൊക്കെ ഔട്ടായി. ഓക്കെ, ഷിൻചാൻ സത്യത്തിൽ കേസ് ആകെ കണ്ടുപിടിച്ചിട്ടുള്ള വണ്ടി എന്ന് വെച്ചാൽ കേസ് ഈ ഒരു ലംബോർഗിനി സിയാനകളൊക്കെയാണ്. അപ്പോൾ ആ വഴി കൂടെ പാസ് ചെയ്ത് പോയപ്പോഴാണ് ഈ വണ്ടി കണ്ടുപിടിച്ചത്. പക്ഷേ അതിന് മുമ്പേ നമ്മൾ ഈ വണ്ടി കണ്ടുപിടിച്ചുകൊണ്ടെന്നാലും ആ ഒരു വണ്ടി എന്നാലും പോയി കേസ്. ഓക്കെ, അങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ. ഓക്കെ, അവ ആ ഒരു GTR അതേപോലെ തന്നെ അവൻ ബാക്കിയുള്ള 2 വണ്ടി കണ്ടുപിടിക്കുന്നതിന് ഇടയിൽ തന്നെ നമ്മൾ മൊത്തത്തിൽ എന്തായാലും ഈ റേസ് കംപ്ലീറ്റ് ആക്കി കേസ്. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും ഈ വണ്ടികളെല്ലാം തന്നെ കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും ഈ ഒരു റേസിനൊക്കെ നമ്മൾ ജയിച്ചില്ല. അത് മാത്രമല്ല നമുക്കാണെങ്കിൽ വണ്ടിയും കൂടെ എന്തായാലും കിട്ടിയിട്ടെന്നാലും ഉണ്ട് കേസ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ വണ്ടികളെല്ലാം നമ്മുടെയാണ്. ഓക്കെ, BMW പൊളിഞ്ഞ് തവിടോടിയിട്ടുണ്ട്, അത് അവർ തന്നെ ശരിയാക്കി തരാൻ പറയുന്നുണ്ട്. എടാ ഷിൻചാനെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. തോറ്റല്ലേ, ഒന്ന് പോ ഫ്രാങ്ക്ലിൻ ചേട്ടാ. എന്തൊക്കെയാലും ശരി, ഞാൻ ഇതിലേതെങ്കിലും ഒരു വണ്ടി എടുക്കും, അത് നോക്കിക്കോ. കാരണം ഈ വണ്ടി ഫ്രാങ്ക്ലിൻ ചേട്ടൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതെന്നല്ലല്ലോ, എൻ്റെ ഫ്രണ്ട് ടോം ആൻഡ് ജെറി ഒരു ടാസ്ക് വെച്ച് തന്നേല്ലേ. എടാ ഷിൻചാനെ, അങ്ങനെ ഒന്നുമില്ല, ഞാൻ ഇനി നിനക്ക് വണ്ടിയൊന്നും തന്നെ തരത്തില്ല. ഈ 3 വണ്ടി ഇനി ഫ്രാങ്ക്ലിൻ അണ്ണനാണ് കേട്ടല്ലോ. നിനക്ക് വേണമെങ്കിൽ ഫ്രാങ്ക്ലിൻ അണ്ണനോട് ചോദിച്ചിട്ടാണെങ്കിൽ ഈ ഒരു വണ്ടി വേണമെങ്കിൽ സ്വന്തമാക്കിക്കോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഗൈസ് തന്നെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റോറി വീഡിയോകളൊക്കെയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാനുകളൊക്കെ കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഗൈസ് ഈ ഒരു ടോം ആൻഡ് ജെറിയെ വെച്ച് നമ്മളെന്തായാലും ഒരു ടാസ്ക് പോലെ നമ്മളെന്തായാലും ഒരു വീഡിയോകളൊക്കെ നമ്മളെന്തായാലും ചെയ്തതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുമായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസുകളൊക്കെ അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.